ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ്. എന്താ പറയുക, നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ലഞ്ചിന് പുറത്ത് പോകണം. നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. കാരാമേല പാരഗൺ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു അടിപൊളി ലഞ്ച് ബുഫെയാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് പോവാറ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കുറച്ച് ഷൂട്ടും ചെയ്യാമല്ലോ. അവിടുത്തെ ബുഫെ ഐറ്റംസും ഒക്കെ ഗംഭീരാന്നാണ് ഷെഫ് പറഞ്ഞത്. സോ വി ആർ ഗോയിങ്. അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പലരും പല സ്റ്റേജിലാണ്. മുഴുവനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ റെഡിയായി. ഇപ്പോൾ സമയം ഇവിടെ 11:15. നമ്മളൊരു 11:30 ഇറങ്ങിയാൽ നമുക്കൊരു 12:30 മുന്നേ അവിടെ എത്താൻ പറ്റും. അത്യാവശ്യം ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു. ക്രിസ്മസ് ദിവസമായിട്ട് ആൾക്കാരെല്ലാം പലരും പല ഭാഗത്തേക്ക് പോകുന്ന തിരക്കിലാണ്. ഗെറ്റിംഗ് റെഡി വിത്ത് മീ ആണ് പുഴുവിൻ്റെ ഡ്രസ്സിങ് ആപ്പ്, ഹെയർ സ്റ്റൈൽ. ക്രിസ്മസ് ലഞ്ചിന് പോകണു. പാപ്പ കുഞ്ഞിൻ്റെ ഷൂസ് ഇട്ട് തരുന്നു. ഓ യെസ്, എൻ്റെ ഹെയർ സ്റ്റൈൽ ഓക്കെ, അടിപൊളിയുണ്ടോ അനു? നന്നായിട്ടുണ്ട്. ഓ യെസ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. നൈസ് ഡ്രസ്. വെസ്റ്റ് സൈഡ് ലേബലല്ല, ഇത് വെസ്റ്റ് സൈഡിൽ നിന്നുള്ള ഡ്രസ്സാണ്. കുറച്ച് വെസ്റ്റേൺ ആണ്. കുറച്ച് ഞാൻ ലേബലാണ് ഇട്ടിരിക്കുന്നത് അനു. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ലേബൽ അനുരാധ. യാ, ഗ്രീൻ. ഇതെന്ത് മെറ്റീരിയൽ? ഇത് വെൽവെറ്റ് ഓർഗാൻസയുടെ മെറ്റീരിയൽ. ഈ ഫാബ്രിക്കില് അകത്തൊരു ഇന്നർ ഉണ്ട്. ഇന്നർ ഉണ്ട് ഗ്രീൻ കളറിലെ ഇന്നർ. ഒരു ക്രേപ്പിന്റെ ഇന്നറാണ്. പിന്നെ ഓർഗാൻസ, വെൽവെറ്റ് ഓർഗാൻസ വന്നിട്ട് അതിന്റെ സെന്ററിൽ വി നെക്കാണ്. സെന്ററിൽ ഒരു മുഗൾ മോട്ടീഫാണ്. ഓക്കെ, മുഗൾ മോട്ടീഫാണ് ഇത്. ഇത് ഹാൻഡ് എംബ്രോയിഡറിയാണ്, ഫുള്ളി ഹാൻഡ് എംബ്രോയിഡറി. ഇറ്റ്സ് നൈസ്. അതാണ് എൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിട്ട് ഒരു ചെറിയ ഷായൊക്കെ തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇറങ്ങാം. കമ്മിങ്. പുഴു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പുഴുവിന് പോകണം ഉടനെ അല്ലേ? യെസ്, പോവാം. നടന്നു തുടങ്ങിക്കോളും എന്നെ. അമ്മമ്മ. യെസ്, വി ആർ ഗോയിങ്. എൻ്റെ ഗ്ലാസ് എടുത്തോണ്ട് പോയി. ഗ്ലാസ് കാണിക്കുന്നു. പാരഗൺ എത്തി. ഇതാ പുടു ഓടി അകത്ത് പോയി. ഹലോ, yay baby girl. To enter, ring the bell. Ho ho ho. Yes. Wow, beautiful. Hi. Nice. Hello. Wow, nice Christmas decor. Nice. You like it? Nice. Wow. Yes. Look. Nice. Hi, Mario. Hi. Oh, ബ്യൂട്ടിഫുൾ ഡെക്കോർ കേട്ടോ. ഇത് ക്രിസ്മസ് അവരുടെ
ഈ ഒരു ക്രിസ്മസ് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് എൻക്ലോഷറാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സെറ്റിംഗ്, നല്ലൊരു ക്രിസ്മസ് ഫീൽ. സ്റ്റാർട്ടിങ് ഫ്രം ഇവിടെ അസോർട്ടഡ് ആയിട്ട് കാനപ്പീസ് ഉണ്ട്. ദെൻ കുറേ സലാഡ്സ് ഉണ്ട്, പല പല ഡ്രസ്സിങ്, പിന്നെ ലൈവായിട്ട് അപ്പം ഉണ്ടാകും. ഇങ്ങനെ നോക്കി പോവാണ് എല്ലാം. വെരി ക്രിസ്മസ് ഫീൽ. പിന്നെ കുറച്ച് അസോർട്ടഡ് ബ്രെഡ്സ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ബട്ടർ, ഒലിവ് ഓയിൽ. പിന്നെ ഇവിടെ ടർക്കി വരും, സ്റ്റഫ്ഡ് റോസ്റ്റ്, ടർക്കി റോസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ ക്രാൻബെറി സോസ് ആൻഡ് സോസ്. ഇതൊക്കെ ഇവിടെ ഡക്ക് മപ്പാസ് വരും. പിന്നെന്താ ബീഫ് ബ്രൗൺ സ്റ്റൂ, ഗീ റൈസ്, സിംഗപ്പൂർ സ്റ്റൈൽ വെജ് നൂഡിൽസ് എല്ലാം ഫില്ലായി വരുന്നതേ ഉള്ളൂ. വോക്ക് ഫ്രൈഡ് ഫിഷ് വിത്ത് ചില്ലി ആൻഡ് ഗാർലിക്. ഓ മുന്നേ യെസ് കം. യു ഗോട്ട് ബലൂൺ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ക്രീമി ജാക്ക് ഫ്രൂട്ട് ചിക്കൻ കറി, റോസ്റ്റഡ് അസോർട്ട് ഗ്രിൽഡ് വെജീസ്, പാനിയൻ ജൽ ഫ്രൈസ്. പിന്നെ കുറേ ഡിസേർട്ട്സ്. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. അത് ഓക്കെ, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത്. പൊടുവിന് ഒരു ബലൂൺ കിട്ടി, അതുകൊണ്ട് ഹാപ്പി. ഇത് പനീർ ജൽ ഫ്രൈസ്, യെസ് വെജ് ഓപ്ഷനാണ്. ഇത് റോസ്റ്റഡ് അസോർട്ടഡ് ഗ്രിൽഡ് വെജീസ്. വാവ്, സ്പ്രൗട്ട്സ് എല്ലാം ഉണ്ട്. ഓക്കെ, ക്രീമി ജാക്ക് ഫ്രൂട്ട്, ഇതൊരു സിഗ്നേച്ചർ കേട്ടോ. അതായത് കൊച്ചു ചക്കയല്ലേ, പച്ചച്ചക്കയുടെ ചെറുത്, അതും ചിക്കനും കൂടെ ഉള്ള കോംബോ. വോക്ക് ഫ്രൈഡ് ഫിഷ് വിത്ത് ചില്ലി ആൻഡ് ഗാർലിക്, എല്ലാം അടിപൊളി കോംബോസ് ആണ്. ഇനി വരാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഇത് ലാംബ് ഷാങ്കത്തി. ഇതാണ് 6 hours ഓഫ് മാരിനേഷൻ കഴിഞ്ഞിട്ട് കോംബി ഓവനിൽ വെച്ചിട്ട് ഫുൾ കുക്കിംഗ് ആണ്. 12 hours ഓവർനൈറ്റ് ലാംബ് ഷാങ്. അപ്പോൾ ഇങ്ങനെ ഇളകി ഇങ്ങനെ വരും, അത്രയ്ക്ക് നല്ലതായിരിക്കും ലാംബ് ഷാങ്. ഈ സൈഡിൽ സിംഗപ്പൂർ സ്റ്റൈൽ വെജ് നൂഡിൽസ്, ഗീ റൈസ്, ബീഫ് ബ്രൗൺ സ്റ്റൂ. ദിസ് ഇസ് സിംഗപ്പൂർ സ്റ്റൈൽ വെജ് നൂഡിൽസ്, വൺ ഓപ്ഷൻസ്. ഇന്നത്തെ ബുഫയുടെ ഐറ്റംസാണ്. ദിസ് ഇസ് ഗീ റൈസ്, ബീഫ് ബ്രൗൺ സ്റ്റൂ. യെസ്, ഹാപ്പി. കുറേ ഡിസേർട്ട് കൗണ്ടറൊക്കെ ഫുള്ളായി. ഇത് ഫുള്ളായി വെച്ചു തോന്നുന്നു അല്ലേ, കുറച്ചുകൂടി വരാനുണ്ട്. ഓക്കെ ഓക്കെ. ഓ, മാൽവ പുഡിംഗ്, ഫിൽറ്റർ കോഫി, ക്രം ബ്രൂളെ. ഓ, ലൈറ്റ്സ്, യെസ് യെസ്. ഇവിടെ കുറേ കാര്യങ്ങൾ വരാനുണ്ടോ. യൂലോഗ് ഉണ്ട്, എക്സോട്ടിക് ഫ്രൂട്ട് കസ്റ്റർഡ് വരെ, ഇഗ്ലൂ കേക്ക് വരെ. ഓ മുന്നേ നൈസ്. ലൈറ്റ്സ് ലൈറ്റ്സ്, ഡെസേർട്ട് ബൗൾ എല്ലാം ഇവിടെ സെറ്റ്. ഓ നോ, ഞങ്ങൾ കുറച്ച് ഏളിയാണ് കാര്യം ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇച്ചിരി നേരം കഴിയുമ്പോൾ ആൾ കൂടും, ക്രൗഡ് വരും. വാ,
പാരഗൺ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് GM ആണ് അദ്ദേഹം. ഇവിടെ ഗൾഫ് സെക്ടർ അല്ലേ? ഓക്കെ, UAE. ഓ ശങ്കർ UAE ഓപ്പറേഷൻസിന്റെ കോർപ്പറേറ്റ് GM ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇങ്ങനൊരു ക്രിസ്മസ് യൂഷ്വലി നമുക്ക് ഈ ക്രിസ്മസ് ഫീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അച്ചായൻ സദ്യ ഇപ്രാവശ്യം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചതാണ് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ഗുഡ് ഐഡിയ. നല്ലതാ. ആ ക്രിസ്മസ് ഫീലും പിന്നെ ടർക്കി എല്ലാം ആയിട്ട് ടിപ്പിക്കൽ ഒരു നാടനെല്ലാം മിക്സ് ചെയ്ത്. നൈസ്, താങ്ക് യു. പ്ലഷർ ഹാവിങ് യു. ടർക്കി കാവിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. കാവിംഗ് സ്റ്റേഷനിൽ ടർക്കി റോസ്റ്റ് ക്രിസ്മസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടർക്കി. Dijon mustard, balsamic vinegar, pepper sauce, apple sauce. വാവ്, അടിപൊളി, ഗംഭീരം. സലാഡ്സ് ആണെങ്കിലും എക്സലന്റ് കേട്ടോ. പംകിൻ ഒക്കെ അല്ലേ, റോസ്റ്റഡ് പംകിൻ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം എടുത്തെടുത്ത് പറയാൻ തോന്നുന്നു. ഗംഭീരം, വെരി നൈസ്. സാധാരണ സലാഡ്സ് എല്ലാവരും സ്കിപ്പ് ചെയ്യില്ലേ? ഇതിപ്പോ ശരിക്കും ഒരു മിക്സ് ആണ് അല്ലേ? കുറച്ച് നാടനും വന്നിട്ടുണ്ട്, കുറച്ച് വെസ്റ്റേണും. ആ, മനസ്സിലായി. അതെ അതെ, ആ ടർക്കിയും ഉണ്ട്, ഒരു ഒത്തന്റിക് സ്റ്റൈലില്. അതെ ആണല്ലേ. ടർക്കി വിത്ത് ക്രാൻബെറി അനുവിന് ഭയങ്കര ഇഷ്ടമായി. എന്റെ ചിക്കൻ പീസൊക്കെ എടുത്തോളൂ. ഇറ്റ്സ് ഹോട്ട്. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്, എക്സലന്റ്, അടിപൊളി. ഞാൻ കഴിച്ചോളാം. എല്ലാ ഫുഡും കൊള്ളാം, അടിപൊളി. വിഷ്ണു ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? കോഴി രസം സൂപ്പായിരുന്നു കേട്ടോ, അടിപൊളി, പറയാതിരിക്കാൻ വയ്യ. സോ നൈസ്. വിഷ്ണു എന്താണ് കഴിച്ചത്? വിഷ്ണുവിന് എന്തൊക്കെയാണ് അഭിപ്രായം? അപ്പം കഴിച്ചു, ഡക്ക് കഴിച്ചു, ബീഫ് കഴിച്ചു, ടർക്കി എടുത്തു, എല്ലാം ഗംഭീരം, കലകി. ഞാൻ ഇതുവരെ ടർക്കിയാണ് കഴിച്ചത്. സാലഡ്സ് കഴിച്ചു, അടിപൊളിയായിരുന്നു. ടർക്കി എടുത്തു. ടർക്കി വിത്ത് ക്രാൻബെറി സോസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ആക്ച്വലി 2 റൗണ്ട് എടുത്തു. ഇനി അടുത്ത റൗണ്ടിന് വെയിറ്റിംഗ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഫീസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പാരഗണിൽ നിന്ന്. ഇറ്റ് വാസ് ലവ്ലി, ഒരു രക്ഷയില്ല, മെമ്മറബിൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് അവരിങ്ങനെ ഒരു ബുഫേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചായൻ ലഞ്ച് പോലെ ആണ് കൊടുക്കുന്നത്. ഇപ്രാവശ്യം അതെല്ലാം പാർസൽ സെക്ഷനിലേക്ക് മാറ്റി. ഇത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഇത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ടർക്കി റോസ്റ്റൊക്കെ അനുവിന് ഭയങ്കര ഇഷ്ടം. ഇത് പുടു വിഷു കാറിലേക്ക് പോയി കേട്ടോ, കാര്യം ഒരു രക്ഷയില്ല. പുടു ഭയങ്കര എന്താ ഓട്ടം, ഒന്നിന് പോകണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. ഓക്കെ, എനിവേ ഞങ്ങളുടെ ഒരു മെമ്മറബിൾ
ക്രിസ്മസ് ആയിരുന്നു ദുബായിൽ വന്നിട്ട്. സോ വെരി ഹാപ്പി. അപ്പോൾ താങ്ക്സ് ടു പാരഗൺ ആൻഡ് റോയ് ഷെഫ് ആൻഡ് എന്താ പറയുക, ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ, എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് നല്ലൊരു, എനിക്ക് പൊതുവേ പാരഗൺ ഭയങ്കര ഇഷ്ടമാണ്. അനുവിന് എങ്ങനെയാണ്? നല്ല ഇഷ്ടമാണ്. നാട്ടിലാണെങ്കിലും ഇവിടെ വരുമ്പോഴല്ലാതെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ടേസ്റ്റ് മതി. അങ്ങനെ പാരഗൺ നിന്നും നല്ലൊരു എക്സ്പ്രസ് ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വാഫി മോൾ കറങ്ങാൻ എക്സ്പ്ലോറിങ്. അനു, വാഫി മോളിൽ പോകുന്ന വാഫി മോൾ നമ്മൾ അവിടെ സ്ട്രെയിറ്റ് അവേ. അതെ. ഇനി ഇവിടെ കുറച്ച് നേരം കറങ്ങും. എന്താണോ ക്ഷീണമൊന്നും ഇല്ലല്ലേ? നൈസ് എക്സ്പ്ലോറിങ്. വാഫി മോളെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ, ഒരു ഈജിപ്ഷ്യൻ മോള് പോലെ, ഈജിപ്ഷ്യൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന മോളല്ലേ, അതാണ്. അതിൻ്റെ വേറെ എൻട്രൻസിൽ കൂടെയാണ് ഞാനിപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വലിയൊരു ഏരിയ ഉണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ലിഫ്റ്റാണ് വിത്ത് മോളോ സ്ട്രോളർ കൊണ്ട് കയറാം. ഓക്കെ, നേരെ താഴെ പോകാം. ഞാൻ താഴേക്ക് പോണു. ഇപ്പൊ താഴെ എത്തും. വരൂ. ലിഫ്റ്റ് അവരുടെ ലിഫ്റ്റാണ്. അയ്യോടെ ചാക്കരെ അവങ്ങനെ അന്തം വിട്ടിരിക്കുവാണ്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും നമ്മൾ ഈ ലിഫ്റ്റ് യൂസ് ചെയ്തു എൻ്റെ ഓർമ്മ. ഓക്കെ, മാറ്റ്ലാൻ ഇവിടെ നിന്നാണ്. അയ്യോ 50% ഓഫ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് മേടിച്ചു പോയി. കുറെ നല്ല ടോപ്സ് ഒക്കെ കിട്ടിയത്. യെസ്. അയ്യോ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവരിവിടെ കളിക്കട്ടെ. ദിസ് വേ. ഇന്ന് ക്ലോസ്ഡ്. അയ്യോ കഷ്ടം, ക്രിസ്മസിന്റെ സെയിം ഡേ ആയതുകൊണ്ട്. ദിസ് ഇസ് ലൈക്ക് ഇതാണ് ഈജിപ്ഷ്യൻ മോളിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ റൂഫ്, ഒരു വാഫി മോൾ. ഓക്കെ, ഇനി ഇതിനകത്തൊന്ന് കയറാം. സെലക്റ്റഡ് ഐറ്റംസ് ഉള്ളി എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതിന് സെലക്റ്റഡ് ഐറ്റംസ് ഉള്ളി 50%. സ്വിമ്മിങ് കോസ്റ്റ്യൂം ഇവിടെ ഭയങ്കര നല്ലത് കിട്ടും. ഈ സെക്ഷനെല്ലാം 50% ഓഫാണ്. യെസ്, എക്സ്പ്ലോർ ചെയ്യാത്ത സെലക്ഷൻ. ഇതിപ്പോൾ അത്രയും പറയാനില്ല. പക്ഷെ പാത്രങ്ങളുടെ സെക്ഷനിലേക്കൊന്നും ഞാൻ പോയില്ല. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. റൂഫിനോട് അടുത്തോണ്ടിരിക്കുന്നു. യുണീക്ക് ആയിട്ടുള്ള ഓരോ പ്രോഡക്ട്സ്. അങ്ങനെ നടന്ന് ഇവിടുത്തെ ഹ്യൂജാണ് ഇവിടുത്തെ ക്രിസ്മസ് ട്രീ. ലാസ്റ്റ് ടൈം വന്നപ്പോഴേക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. വാഫീസ് വണ്ടർലാൻഡാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ആ നേരത്തെ കണ്ട സ്ഥലമല്ല. ദിസ് ഇസ് അനദർ ഏരിയ. ക്രിസ്മസ് ഇവിടെ കുട്ടികളുടെ ക്രിസ്മസ് ഏരിയയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം, കാശ് കൊടുത്തിട്ട് പൈസ കൊടുത്ത് കയറാൻ പറ്റും. ഫ്രീ എൻട്രി അല്ല. മൂസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അവിടെ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ടോയ്സ് എല്ലാം ആയിരിക്കാനാണ്. മെയ്ഡ് ഇൻ കൊറിയൻ പ്രോഡക്ട്സ്. പോർ ക്ലേ മാസ്ക്, ക്ലെൻസിങ് ഓയിൽ, എല്ലാ കൊറിയൻ പ്രോഡക്ട്സും. ബ്യൂട്ടി പ്രോഡക്ട്സ്, നോസ് പാച്ച്, ഫോർഹെഡ് പാച്ചസ്, നോസ് ഷേപ്പർ ക്ലിപ്പ്. വരാം. ഐ പാച്ച്, കണ്ണിനടിയിലെ ഫൈൻ ലൈൻസ് പോകാനായിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളല്ലേ. മൂസ് ഓയിൽ ഒന്ന് ഇറങ്ങി. യെസ്, ക്രിസ്മസ് ഏരിയയിലേക്ക് പോകണം മുഴുവനെ കൊണ്ടുപോകാനായിട്ട്. നമ്മൾ വീട്ടിൽ താഴോട്ട് പോകണു. ഓക്കെ, മറ്റേ സൈഡിലേക്ക് പോവാം. ക്രിസ്മസ്
നമ്മൾ കറങ്ങി വീണ്ടും മാറ്റ്ലാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകും. യെസ്, ആയ യൂണിവേഴ്സ് ഉണ്ട്, പക്ഷേ വേണ്ട. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, UK പോയപ്പോൾ പോയിട്ടുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ക്രിസ്മസ് സ്പ്രെഡ്, ഇറ്റാലിയൻ വാം. ഇൻസൈഡ് ദിസ് കോഫി മോളിനകത്ത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ്. കട്ട്ലറീസ് ബ്യൂട്ടിഫുൾ. അമ്മ ഏതാ, ഇതൊക്കെ ബ്രാൻഡഡ് ആണ് കേട്ടോ. യെസ്, അത്ര പൈസയാവും, വെരി എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ കറങ്ങി ഹ്യൂജ് ക്രിസ്മസ് ട്രീയുടെ താഴെ എത്തി. ഇതിനകത്താണ് കുട്ടികളുടെ എൻക്ലോഷർ ക്രിസ്മസ്. ഇത് പൊടുവിനകത്ത് ഏറ്റാൻ പോവാണ്, നോക്കട്ടെ. ഗ്രാൻഡ് മാസ് ഹൗസ്, മെലഡി ഈവ്സ്, സോ ക്യൂട്ട്. ഡാൻസിക്കൽ മൈസ്, ഡാൻസിങ് മൈസ്, അയ്യോ ക്യൂട്ടീസ്. ഡാൻസ് മോളെ, സാന്റ അതിനെ തുടങ്ങും. അയ്യോ അതിനെ പിടിക്കണേ. ഹായ്, അതാ ഹായ് 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 ഹായ്. നോക്കൂ മോനെ. Dance. എങ്ങനെയാ കാണിക്കുന്നത്? Can see the Santa. Come. Mona bo. There you go, who is dancing? See, come inside. Wow. അടിപൊളി, നല്ല സാന്റ. മോനെ നോക്കൂ മോനെ. Snowman. Pixie post on. Candy button ulla snowman. What is that? Nice. Stay out. Nice. Dancing. Yes, candy and the snow. അയ്യേ, ആക്കി കഴിക്കുന്ന ഇങ്ങനെയാണോ ക്യാൻഡി? ഹൗസ് എന്നാണ് പറഞ്ഞത്. സാന്റ വരുമോ? ഇപ്പൊ ഇല്ല, ഇവിടെ വരുമായിരിക്കും. നൈസ് കളർ അല്ലേ അതിനകത്ത്. ഇതൊരു ബ്യൂട്ടിഫുൾ എൻക്ലോഷർ തന്നെ, പറയാതിരിക്കാൻ വയ്യ. മോളുടെ നടുക്കായിട്ട്. ഓ നൈസ്. Yes, we are going out of this beautiful Christmas special Rolex watches, new editions, Tom Ford. ഇവിടെ തന്നെ ഒരു സിറിയൻ ക്വാർട്ടർ ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു അറബിക്, ഒരു മിഡിൽ ഈസ്റ്റ് ഒരു സ്റ്റൈലിലെ കുറേ കടകൾ. ഇറ്റ്സ് എ മമ്മി. ഇവിടെ ഭയങ്കര ഭംഗിയുണ്ട്, പക്ഷേ ഇവിടെ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മോളാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഈ ഒരു ഭാഗമൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു സൂക്ക് സ്റ്റൈലിൽ ചെയ്തേക്കും. ഈജിപ്ഷ്യൻ ക്വാർട്ടർ, മറ്റത് വേറെ സ്റ്റൈലായിരുന്നു. ആ സ്റ്റൈല് എന്താണ്, ലെബനീസ് ജീനി ലാമ്പ്.
ഹനു അലാവുഡിൻ്റെ ലാമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് ശരിക്കുള്ളതാണെങ്കിലോ ജിനി വരും. ഈജിപ്ഷ്യൻ കോട്ട്, മൊറോക്കൻ കോട്ട്, ഈ പിന്നെന്താ ടർക്കിഷ്, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നുള്ള പ്രോഡക്റ്റ്സാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എൻ്റെ വിലയാണ്. നൈസ് എക്സ്പെൻസീവ് ആയിരിക്കും. ഫറോസ് ആൻഡ് നൈസ് ക്യൂറിയോസ് ഈജിപ്ഷ്യൻ. ഷോപ്പകത്താണേ, നമ്മൾ വെളിയിൽ കൂടി ഇങ്ങനെ നടക്കുന്നുള്ളൂ. അകത്തേക്ക് കയറിയാൽ ബ്യൂട്ടിഫുൾ ഷാൻഡലൈസ് കാണും. ഓ നോ, ട്രഡീഷണൽ അറബിക് റെസ്റ്റോറൻറ്റ്. കുറച്ച് സെമി ഓപ്പൺ ആയിട്ട്. ഓക്കെ, ഓപ്പൺ എയർ. യെസ് മോളെ. ഹായ്, നൈസ്. ഇതെല്ലാം വാഫി മോളിനകത്തെ കാഴ്ചകളാണ്. യെസ്, ഓൾ ആർ ഡിഫറെൻറ്റ്. ഇതൊരു ഏരിയ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു കൾച്ചറുള്ള രീതിയിലും സിറിയൻ, മൊറോക്കൻ, പിന്നെന്താ ഈജിപ്ഷ്യൻ ആ സ്റ്റൈലാണ് ഇവിടെ മുഴുവൻ. ഒരു സൂക്ക് പോലെ ചെയ്തിരിക്കണം. ഫുൾ അങ്ങോട്ട് അങ്ങനെ തന്നെ ആർട്ടിഫാക്ട്സും കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇതൊക്കെ വാങ്ങാൻ. അവരുടെ ട്രഡീഷണൽ ഐറ്റംസാണ് ഇവിടെ എല്ലാം കിട്ടുന്നത്. ടർക്കിഷ് ക്വാർട്ടറിലൂടെ നടക്കുന്നു. യെസ്, ടർക്കിഷ് ഇൻഗ്രീഡിയൻസ് എല്ലാം കിട്ടുന്ന ഷോപ്പിനകത്ത് എവറിത്തിങ്. ഓ മുന്നേ വരുന്നു. യാ, വിൽ ഗോ ബാക്ക്. യെസ്, കമ്മിങ്. കം. കൊടുവിൻ്റെ കാര്യം. ഈ ഏരിയ കംപ്ലീറ്റ് ചെയ്താ കേട്ടോ. കോഫി മോളിൽ ദിസ് ഏരിയ ഇതെല്ലാം ഒരു മിഡിൽ ഈസ്റ്റ് ആ ഒരു സെഗ്മെൻ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ ആ ഭാഗത്തുനിന്ന് കയറുന്നു. ഓക്കെ, സോ വി ആർ ഗോയിങ് ഫ്രം കോഫി മോൾ. കഴിക്കാനൊന്നും വേറെ ഒട്ടും സ്ഥലമില്ല. അല്ലാതെ എന്തെങ്കിലും ഡിസേർട്ടൊക്കെ കഴിക്കാൻ. ഇവിടെ നല്ല കുനാഫൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു. ബ്യൂട്ടിഫുൾ മിഡിൽ ഈസ്റ്റ് ഫുഡ്. വിശക്കുന്നില്ല. വരകണ്ടിന്ന് അത്ര ടൈറ്റായിട്ട് കഴിച്ചു. ലിഫ്റ്റിൽ കയറി ഞാനും മൂടും കൂടെയാണ് വന്നിരിക്കുന്നത്. കുട്ടി ലിഫ്റ്റോട്. യെസ്, കമ്മിങ്. അതെ, ഇതെല്ലാം ഇവിടുത്തെ ആർട്ട് വർക്ക്സ് ഒക്കെ വിൽക്കുന്ന കടകളാണ് കേട്ടോ. ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്. അതിനകത്ത് കോഫി ആർട്ടിൽ ചെയ്തൊക്കെ ഉണ്ട്. കോഫി കുരുവിൽ വെച്ചിട്ട് നൈസ്. എല്ലാം ഇതൊക്കെ നോക്കൂ, 800 ദിറംസാണ്. ദിസ് ഈസ് 1000 ദിറംസ്. പക്ഷെ അത്രയും നല്ല ബ്യൂട്ടിഫുൾ പീസസാണ്. നടന്ന് വേറൊരു ഭാഗത്തെത്തി. സോ ബ്യൂട്ടിഫുൾ. ഈ കോഫി മോൾ ഭയങ്കര ഭംഗിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്.